ഹലോ എവ്രി വൺ, കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് കരുതുന്നു. ഞാനിന്ന് എൻ്റെ സാറ്റർഡേ ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിക്കുന്നു. സോ അത് പതിവ് പോലെ രാവിലെ ഒരു കോഫി ആയിട്ട് തുടങ്ങി. ഈയിടെയായിട്ട് കുറച്ചൊരു ചേഞ്ച് ഉള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. സോ ഇന്ന് സാറ്റർഡേ 8:30 യോഗയ്ക്ക് പോകണം. സോ രാവിലെ ഹ്യൂഗോ ആയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവന് ഞാൻ ഈ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മോഡോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള യോഗ സ്റ്റുഡിയോയിലാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാത്തരം ക്ലാസ്സസും ഉണ്ട്. പിലാറ്റസ് ഉണ്ട്, അതുപോലെ പവർ യോഗ ഉണ്ട്, പിന്നെ പലതരം യോഗ ക്ലാസ്സസൊക്കെ ഉണ്ട്, ഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സസൊക്കെ നമുക്ക് റിസർവ് ചെയ്യാം. ഞങ്ങൾ മന്ത്ലി മെമ്പർഷിപ്പാണ് എടുത്തിരിക്കുന്നത്. സോ അൺലിമിറ്റഡ് ആണ്, എത്ര ക്ലാസ് വേണമെങ്കിലും പോകാം. സോ രാവിലെ തന്നെ റെഡിയായി പോകാൻ പോകുകയാണ്. സോ യോഗ ഡ്രസ്സൊക്കെ ജാക്കറ്റിൻ്റെ അടിയിലിട്ടിട്ടുണ്ട്. ഇന്ന് നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ വിൻഡിയാണ്. മാർച്ച് തീരാറായി, ഏപ്രിലും ഒരു തണുപ്പൊക്കെ കാണും. സോ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് യോഗയാണ്. ഹോട്ട് യോഗ റൂമിലാണ് ഞങ്ങൾ പോകാറുള്ളത്. അപ്പോൾ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഞാൻ തിരിച്ച് നടക്കുന്ന കാരണം ഞാൻ യോഗ മാറ്റ് കൊണ്ടുപോയില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ മന്ത്ലി മെമ്പർഷിപ്പ് എടുത്ത കാരണം ഞങ്ങൾക്ക് അവിടുന്ന് മാറ്റ് എടുക്കാം. മാറ്റ് ഫ്രീ ആണ്. സോ മാറ്റും ടവലും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കിട്ടും. ഞാൻ അതുകൊണ്ട് ഇന്ന് തിരിച്ച് നടക്കണം. എനിക്കൊരു 35-40 മിനിറ്റ്സ് ഉണ്ട് അവിടെ നിന്ന് ഇവിടം വരെ. സോ ഞാൻ ഇന്ന് യോഗ മാറ്റ് എടുത്തില്ല. അവിടുന്ന് യോഗ മാറ്റ് എടുക്കാനായിരുന്നു. സോ 8:30 ഇന്ന് ക്ലാസ്. ഇന്ന് മോഡോ യോഗ എന്ന് പറഞ്ഞൊരു ക്ലാസ് ആയിരുന്നു യോഗയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് ജസ്റ്റ് ഒരു പവർ യോഗയാണ്. ഞാൻ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എടുത്തില്ല, പോർട്രേറ്റാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ തലതിരിഞ്ഞിരിക്കുന്നത്. സോ ഞാൻ സൈഡിൽ തന്നെയാണ് യോഗ ചെയ്തത്. അവിടെ ഇന്നൊരു 10-20 പേരുണ്ടായിരുന്നു യോഗ ക്ലാസ്സിന്. യോഗ ഇൻസ്ട്രക്ടറും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നടന്നു. വെയിലുള്ളൊരു ദിവസമായിരുന്നു, പക്ഷെ നല്ലൊരു കാറ്റുണ്ട്. ഫീൽസ് ലൈക്ക് -11 ഒക്കെയാണ്. ബട്ട് ബെറ്റർ ദാൻ ബിഫോർ അല്ലേ. ഇപ്പോൾ വിൻ്ററിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഉള്ളിൽ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ് ഇതൊക്കെ കാണുമ്പോഴത്തേനും. ബിക്കോസ് എല്ലാം ഒരു ചേഞ്ച് ആണല്ലോ. ഇനിയിപ്പം പതുക്കെ പതുക്കെ ലീവ്സ് വരുന്നതും ഫ്ലവേഴ്സ് വരുന്നതും ഇത് കാണുമ്പോൾ നല്ല രസമാണ്. ഇനി കുറച്ച് പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിരിക്കും. പിന്നെ സമ്മറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടൻറ്റും വ്ളോഗുകളും ഒക്കെ കൂടുതലിടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു റിവറാണ്. ഞാൻ നേരത്തെയും എൻ്റെ വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടൗണിലെ ഒരു എവോൺ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള റിവറാണ് ഇത്. നേരത്തെ ഇത് ഫ്രോസണായി കിടക്കുകയായിരുന്നു. ഇപ്പം മഴയും അതുപോലെ തന്നെ വെയിലും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും ഇത് പിന്നെയും വെള്ളം ഒഴുകാൻ തുടങ്ങി. പിന്നെ അഴുക്ക് വെള്ളമൊക്കെ വരുന്നുണ്ടാവും, ഐസ് ഒഴുകുന്നതും. പിന്നെ ഈ മഴയൊക്കെ കാരണം വെള്ളം അത്ര ക്ലിയർ ആയിരിക്കില്ല. കുറച്ചുകൂടെ കഴിയണം ഒന്ന് ക്ലിയർ ആവുകയാണെങ്കിൽ. പിന്നെ അവരെനിക്ക് തോന്നുന്നു സ്പ്രിംഗ് ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് ഒരു റോട്ടറി കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഡയറി എക്സ്പോ എന്തോ നടക്കാൻ പോവുകയാണ്. അതിനുള്ള പ്രിപ്പറേഷനായിട്ട് ഈ ട്രാക്ടേഴ്സും അതും ഇതുമൊക്കെ ആയിട്ട് നമ്മുടെ റോട്ടറി കോംപ്ലക്സിലെല്ലാം വന്നിട്ടുണ്ട്. ഏപ്രിൽ 1 ഈ ഡയറി എക്സ്പോ. ഞാൻ അന്ന് പോയിട്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഞാൻ വ്ളോഗ് എടുത്തിട്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല ഡയറി എക്സ്പോ. എനിക്ക് തോന്നുന്നു ഒരു $5 എങ്ങാണ്ടേ ഉള്ളൂ എൻട്രി ഫ്രീ. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. സോ ഞാൻ അന്ന് അവിടെ പോയിട്ട് എടുക്കുന്നതായിരിക്കും. ഈ സംഭവമൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്കിന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിന്ന് എടുക്കുന്നത്. പിന്നെ ഈ റോട്ടറി കോംപ്ലക്സിൽ നിന്ന് ഒരു 2-3 മിനിറ്റ് നടക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചെന്ന ഉടനെ തന്നെ ഹ്യൂഗോനെ വാക്കിന് കൊണ്ടുപോയി. പിന്നെ ബിക്കോസ് ഞങ്ങൾക്ക് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം. അപ്പോൾ ഒരു ചെറിയ വാക്കെങ്കിലും ഹ്യൂഗോക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ഗിൽട്ട് ഫീൽ. അവനും കുറച്ച് ഹാപ്പിനെസ് ഒക്കെ വേണ്ടേ. പക്ഷെ അവനിന്ന് വരുന്നില്ല, അവൻ വീട്ടിൽ തന്നെ ആയിരിക്കും ബാക്കി ടൈം. അതുകൊണ്ട് ഞാനും ഹ്യൂഗോയും വന്ന് അപ്പം തന്നെ ഞാൻ ജാക്കറ്റ് പോലും മാറ്റാതെ തന്നെ പുറത്ത് പോയി. അല്ലെങ്കിൽ ജാക്കറ്റ് മാറ്റിയാൽ പിന്നെ എനിക്ക് മടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി ചെറിയൊരു വാക്കൊക്കെ കഴിഞ്ഞ് അവൻ പൂപ്പൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു 11:30 ആകുമ്പോൾ ഇറങ്ങണം. രാവിലെ കോഫി കുടിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രാമ്പിൾഡ് എഗ് മാത്രമേ കഴിച്ചുള്ളൂ. ബിക്കോസ് ഇന്ന് പാർട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡ് അടിക്കേണ്ടതാണല്ലോ. സോ ഞാൻ റെഡിയായി. ഇനി നമുക്ക് പോകാനുള്ള ടൈമായി. 11:30 ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഫുഡ് പിക്ക് ചെയ്തു. ഇന്ന് ഫുഡ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ചില്ലി ചിക്കനും ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ് കിച്ചണർ എന്ന് പറഞ്ഞ സ്ഥലത്തെ മലയാളി റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള പാം വാലിയിൽ നിന്നായിരുന്നു നമുക്ക് ഫുഡ്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ബേക്ക് ചെയ്ത ബനാന ബ്രെഡായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെ ഐസ്ക്രീമും ക്യാരമെല്ലാം ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ ഈ കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ പഴംപൊരി, ചെറിയ വട്ടമായിട്ടുള്ള പഴംപൊരീസ് ആയിരുന്നു ഉണ്ടാക്കിയത്. നല്ലതായിരുന്നു. നമ്മൾ കഴിക്കുന്നത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വയറൊക്കെ നല്ല ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാപ്പി അടിച്ചു കേട്ടോ. അതുകൊണ്ട് വൈകുന്നേരം ഡിന്നർ കഴിക്കാനുള്ള സ്പേസ് ഇനി വയറിലില്ല.
സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു എനിക്കൊന്നൊരു 6:30 ആയപ്പോഴാണ് തിരിച്ചു വന്നപ്പോൾ ഹ്യൂഗോ ബേബി സോ ഹാപ്പി. അവനൊരു ബീഫ് പാറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു A&Wന്ന്. പിന്നെ അവന് കിട്ടിയ റിട്ടേൺ ഗിഫ്റ്റ്സ് ആണ് ഇതൊക്കെ. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുട്ടി സാറ്റർഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവിടം വരെ ഇറ്റ്സ് ബൈ ഫ്രം നിർമ്മല.